ബംഗ്ലാദേശികളുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡും പെൻ ഡ്രൈവും നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം. 1 മാസത്തിനകം സീൽ വെച്ച കവറിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ നടി ആക്രമിച്ച കേസിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇത്. എന്തായാലും മെമ്മറി കാർഡും പെൻ ഡ്രൈവും നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. എങ്ങനെയാണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? രാഖി, നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവാണ് ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും. ഇവ രണ്ടും ഹാജരാക്കാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സീൽഡ് വെച്ച കവറിൽ ഹൈക്കോടതി രജിസ്ട്രാറിന് മുൻപാകെ ഹാജരാക്കണം. ഈ ലഭിക്കുന്ന മെമ്മറി കാർഡും പെൻഡ്രൈവും സുരക്ഷിതമായിട്ട് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകും വരെ രജിസ്ട്രാർ ജനറൽ സൂക്ഷിക്കുകയും വേണം. ഇതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശമായിട്ട് ഇടക്കാല ഉത്തരവായിട്ട് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിജീവിതം നൽകിയിട്ടുള്ള ഹർജി, അതായത് ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതം നൽകിയിട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. അതിജീവിതയുടെ ആവശ്യത്തിൽ ആവശ്യം പ്രാഥമികമായിട്ട് നിലനിൽക്കുമെന്നുള്ള ഒരു വിലയിരുത്തലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് ഹൈക്കോടതി തേടിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാനായിട്ടാണ് സർക്കാരിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും അതിജീവിത പറയുന്നത് 2018 2 തവണയും 2021 1 തവണ, അങ്ങനെ 3 തവണയാണ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് പരിശോധിക്കപ്പെട്ടത്. അതിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടൊക്കെ ഹാജരാക്കിയിരുന്നു. അതിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് സമർപ്പിച്ചിരുന്നു. പക്ഷെ അത് പക്ഷപാതപരമാണ്. അതുകൊണ്ട് തന്നെ ആ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അത് റദ്ദാക്കണം. ഒപ്പം തന്നെ ഒരു SIT രൂപീകരിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് അതിജീവിത ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ട് ആ ആവശ്യത്തിലൊക്കെ തന്നെ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹൈക്കോടതിയിൽ തന്നെ ഹാജരാക്കാനായിട്ട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനി 1 മാസത്തിന് ശേഷം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും സീൽഡ് വെച്ച കവറിൽ സെഷൻസ് കോടതിയാണ് രജിസ്ട്രാർക്ക് ഈ മെമ്മറി കാർഡും പെൻഡ്രൈവും കൈമാറേണ്ടത്. ശരി രേഷ്മ, എന്തായാലും അതിജീവിതയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് വ്യക്തമാക്കിയത്.